ചെറുപുഴയിൽ തേജസ്വിനി പുഴയുടെ കാനംവയൽ ഭാഗത്ത് നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം വൈകുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. 12 വർഷം മുൻപാണ് പാലത്തിനായി ഫണ്ട് അനുവദിച്ചത്. പാലം പ്രവൃത്തി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിന്റെ പണി വൈകുകയായിരുന്നു. തേജസ്വിനി പുഴയുടെ കാനംവയൽ ഭാഗത്ത് നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം 12ാം വർഷത്തിലെങ്കിലും നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള ചെറുപുഴ പഞ്ചായത്തിലെ കാനംവയൽ കോളനിയിൽ മലവെട്ടുവ സമുദായത്തിലെ 39 കുടുംബങ്ങളാണ് ഉള്ളത്. 2014 മെയ് 31 കാനംവയൽ ഉന്നതിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അന്നത്തെ മന്ത്രി PK ജയലക്ഷ്മിയാണ് കാനംവയലിൽ പാലം നിർമ്മിക്കാൻ 1.5 കോടി രൂപ പ്രഖ്യാപിച്ചത്. എന്നാൽ ഓരോ കാരണങ്ങളാൽ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നീണ്ടുപോയി. ഒടുവിൽ പാലം പണി പൂർത്തിയായെങ്കിലും പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി നടന്നിരുന്നില്ല. കഴിഞ്ഞ മാസം കണ്ണൂർ സബ് കളക്ടർ കാനംവയൽ ഉന്നതിയിൽ സന്ദർശനം നടത്തിയപ്പോൾ എത്രയും വേഗം അപ്രോച്ച് റോഡിന്റെ പണി തീർക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പണികൾ പുനരാരംഭിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മുടെ ഈ നാട്ടില് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഈ പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലം. അതേപോലെ നമുക്ക് ഈ കൽക്കെട്ടിന്റെ ഇടയിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ ഉള്ളൊരു സാംസ്കാരിക നിലയം. അത് 10, 13, 12 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രി ജയലക്ഷ്മി വന്നപ്പോഴാണ് നമുക്ക് അനുവദിച്ചു തന്നത്. ഏതാണ്ട് 12, 13 വർഷമായിട്ട് അത് പൂർത്തീകരിക്കാതെ കടന്നതിൻ്റെതായ എല്ലാ വിഷമങ്ങളും ഉണ്ടായിരുന്നു. ഒരു 30 ദിവസം മുമ്പ് നമ്മുടെ ജില്ലയുടെ ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഇവിടെ വരികയും നമ്മുടെ വിഷയങ്ങളെല്ലാം കേട്ട് നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രവൃത്തികൾ എല്ലാം വേഗം പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കല്ലിട്ടു. പാലത്തോടൊപ്പം തന്നെ ഫണ്ട് അനുവദിച്ച കമ്മ്യൂണിറ്റി ഹാളും പണി പൂർത്തിയായി ഉദ്ഘാടനം കാത്തുകിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.